കണ്ണൂരിലെ സമാധാന ശ്രമങ്ങളുമായി ബിജെപി സഹകരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ ജനങ്ങൾ ഭയാശങ്കയിലാണ് എന്ന പ്രതിപക്ഷത്തിന്റെ വാദം ശരിയല്ല. കണ്ണൂരിലാണ് ഏറ്റവും അധികം കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതെന്ന് വരുത്തിത്തീർക്കാൻ ശ്രമിക്കുന്നു. RSSകാർ സൃഷ്ടിക്കുന്ന ബോധപൂർവമായ പ്രചാരണമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യണമെന്ന് UDFും മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കണ്ണൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സഭയിൽ നിന്നുള്ള വിവരങ്ങൾ. സൗമ്യ, ഇന്ന് പ്രധാനമായും കണ്ണൂർ വിഷയത്തിൽ കണ്ണൂരിൽ നിരവധി കൊലപാതകം നടക്കുന്നു, കണ്ണൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടി കണ്ണൂരിനെ ഒരു ഭയാശങ്കയിലാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ്, ബോധപൂർവമായ ശ്രമങ്ങൾ തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് കണ്ണൂരിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ. എന്നാൽ കണ്ണൂരിലല്ല ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ 6ാം സ്ഥാനത്ത് മാത്രമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ എന്തോ മറ്റെവിടെയും സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനം പൂർണ്ണമായും നിലനിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ആ രീതിയിലുള്ള നീക്കങ്ങളാണ് പലരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. ഈ മേഖലയിൽ സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ, അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. മോഹനനെ കൊലപ്പെടുത്തിയത് പോലും പുറത്തുനിന്ന് വയനാട് ജില്ലയിൽ നിന്നും എത്തിയ ഒരാളാണ്. കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം തന്നെയാണ് കണ്ണൂരിൽ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേവലം 5 എണ്ണം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നു. സമാധാന യോഗങ്ങളോട് ബോധപൂർവമായി BJPയും RSSും സഹകരിക്കാത്ത ഒരു അവസ്ഥയാണ് കണ്ണൂരിലുള്ളത്. ഇത്തരത്തിൽ ബോധപൂർവമായ RSSന്റെയും BJPയുടെയും അജണ്ടകൾ തന്നെയാണ് ഇവിടെ നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഏതായാലും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ എല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പുരോഗമിക്കുന്നുണ്ട്. ക്രമസമാധാന നില ഇപ്പോൾ ഏതായാലും നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ഈ രീതിയിലല്ല കാര്യങ്ങൾ എന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ KC ജോസഫ് സംസാരിച്ചു. 7 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ സംഭവങ്ങൾ കണ്ണൂരിലേക്ക് മാത്രമല്ല മറിച്ച് കേരളത്തിനാകെ അപമാനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള ബോധപൂർവമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഈ വിഷയത്തിൽ KC ജോസഫിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, ഭരണപക്ഷം അതിനോട് തടസ്സപ്പെടുത്തുന്നു എന്ന് കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ MLAമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചെയറിനെ ആരും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കേണ്ട, പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ ഇരുന്നാൽ മാത്രമേ അംഗത്തിന് സംസാരിക്കാൻ സാധിക്കൂ എന്ന് വ്യക്തമാക്കി. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയുകയാണ്. ഷീജ, ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം UDF നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിരുന്നു. സർവകക്ഷി യോഗം വിളിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ കണ്ണൂരിൽ ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വാർത്തകൾ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ളവരാണ് ഈ വിധത്തിൽ കണ്ണൂരിൽ അക്രമം സൃഷ്ടിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് രാജഗോപാലിനെ പോലെയുള്ള BJP അംഗങ്ങൾ, അല്ലെങ്കിൽ രാജഗോപാൽ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ സഭയിൽ പൊതുവിൽ എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം? തീർച്ചയായും കണ്ണൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് UDF ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അതിൽ അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത് സർവകക്ഷി യോഗം വിളിക്കണം, കണ്ണൂരിന്റെ പശ്ചാത്തലത്തിൽ, കണ്ണൂരിലെ നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു സർവകക്ഷി യോഗം ഉടൻ വിളിച്ചു ചേർക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് കണ്ണൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. എന്നാൽ അതിനോടെല്ലാം മുഖം തിരിഞ്ഞ ഒരു സമീപനമാണ് BJP RSS നേതൃത്വം സ്വീകരിക്കുന്നത്. നിരവധി തവണയാണ് ജില്ലാടിസ്ഥാനത്തിൽ സമാധാന യോഗങ്ങൾ വിളിച്ചു ചേർത്തത്. എന്നാൽ ഒന്നിനോട് പോലും സഹകരിക്കാൻ BJP RSS നേതൃത്വം തയ്യാറായിട്ടില്ല. അവർ ബോധപൂർവം ഒരു BJP RSS അജണ്ട അവിടെ നടപ്പാക്കുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് കണ്ണൂരിൽ തുടരുന്നത്. ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ നിഷ്പക്ഷമായി തന്നെ ഇടപെടുമെന്നും മുഖ്യമന്ത്രിവർക്ക് മറുപടി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷീജ, മറ്റു വിഷയങ്ങൾ സഭയെ ഒരുപക്ഷെ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഉയർന്ന സ്വാശ്രയ വിഷയമടക്കം പിന്നീട് ഇങ്ങോട്ട് നിയമന വിവാദം അടക്കമുള്ള വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഒരു വിഷയം വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണോ പ്രതിപക്ഷമുള്ളത്?
ഏതായാലും ഈ വിഷയത്തിൽ പ്രധാനമായും കണ്ണൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നൊരാവശ്യം തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ ഒരു ശ്രമങ്ങൾ തന്നെയാകണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അല്ലാതെ RSSന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് CPM വഴങ്ങരുത്, ആ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കഴിഞ്ഞ ദിവസം അവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ സർക്കാർ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 7 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു എന്നാണ്. എന്നാൽ അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതലായി നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് കണ്ണൂരിൽ നടക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല, മറിച്ച് 5 എണ്ണം മാത്രമാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം അതിന് മറുപടിയായി നൽകി. ഷീജ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ പ്രധാനമായ ആരോപണം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ണൂർ വിഷയങ്ങൾ ബേസ് ചെയ്ത് പലപ്പോഴും കണ്ടത് സർക്കാർ ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല, സർക്കാർ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു. എന്നാൽ ഷീജയിലേക്ക് എത്താം. ഏതായാലും സഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ വിഷയത്തിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്നാൽ സമാധാന ചർച്ചകൾക്കടക്കം BJP സഹകരിക്കുന്നില്ല എന്നൊരാക്ഷേപമാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്, എന്നാൽ അതിന് ഒപ്പം നിൽക്കാത്ത ഒരു നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിനുള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ജനങ്ങൾ ഭയാശങ്കയിലല്ല, പുറത്തുനിന്നുള്ളവരാണ് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി സഭയിൽ സൂചിപ്പിച്ചത്.